വെൽക്കം ടു ഹദീസ് റംദാൻ. ഞാൻ നിങ്ങളുള്ളത് അഗ്സിൻ അബ്ദുൽ അസീസ്. ഞാൻ ഡോക്ടർ അസ്ബിൻ അബ്ദുൽ അസീസ്. ഇന്ന് റംദാൻ 4ാം ദിവസമാണ്. ഹിജ്റ വർഷം 1436. അങ്ങനെ 4 ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുകയാണ്. വളരെ പെട്ടെന്നാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് കണ്ണടിച്ച് തുറന്ന പോലെ പോയില്ലേ? അതെ അതെ, കറക്റ്റ്, എക്സാക്ട്ലി. അപ്പൊ നമുക്ക് ഇന്നത്തെ ഹദീസ് വെച്ചിട്ട് തന്നെ തുടങ്ങാം പ്രോഗ്രാം. കാരണം ഒന്ന് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരിക്കാനായിട്ട് ഒട്ടും നേരം കിട്ടാറില്ല. അതുകൊണ്ട് ഇപ്പോഴേ സംസാരിച്ചു തുടങ്ങാണ്. അപ്പൊ ഇന്നത്തെ ഹദീസ് പറയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നമ്മൾ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ ബൈഹാർട്ടായി പഠിക്കുകയാണെങ്കിൽ നമ്മളെ അവസാന നാളിൽ ദജ്ജാലിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. കൂടാതെ വേറെ ഹദീസിന്റെ അതായത് നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഒരാൾ കഹ്ഫ് ഓതുകയാണെങ്കിൽ ആ വെള്ളിയാഴ്ച തൊട്ട് അടുത്ത വെള്ളിയാഴ്ച വരെ അയാൾക്ക് വേണ്ടി ഒരു പ്രകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന്. ഫ്രം വൺ ഫ്രൈഡേ ടു ദി നെക്സ്റ്റ് ഫ്രൈഡേ ഒരു വെളിച്ചം. പക്ഷെ അതിന്റെ ഒക്കെ സീക്രട്ട് നമുക്ക് അറിയില്ല. ഇന്ന് ആ സീക്രട്ടിലേക്കാണ് ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് കോൾസിലേക്ക് പോയാലോ? ഇൻഷാല്ലാ ടൈം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഇന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ആദ്യത്തെ കോളറിന് ഒച്ചയില്ലേ? കോളർ ഡ്രോപ്പ് ആയി തോന്നുന്നു. അപ്പൊ ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ നെക്സ്റ്റ് റൂമിൽ പോയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. കാരണം നമ്മള് ടിവിയും കോളും തമ്മിൽ ലാഗ് ഉണ്ട്. ടിവിയിൽ കുറച്ച് സ്ലോ ആയിട്ടാണ് വരുന്നത്. ഫോണിലായിരിക്കും ഞങ്ങൾ ആദ്യം സംസാരിക്കുന്ന കേൾക്കുന്നത്. അപ്പൊ ഒരു കോൾ ഉണ്ട്. ഹലോ, അസ്സലാമലൈക്കും. ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ടു ഹദീസ് റംദാൻ. ആരാണ്? വിളിച്ചിട്ട് ഇപ്പോഴാണോ പൊങ്ങണേ? മുങ്ങിയതിനു ശേഷം അത് കിട്ടിയില്ല അല്ലേ? അപ്പൊ ഇന്നും പറയണോട്ടോ. അന്ന് 3 പറഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ ഇന്നും ഇൻഷാല്ലാ 3 പറയണേ. ഇന്നെന്തായിരുന്നു സ്പെഷ്യൽ കഴിക്കാൻ? ഇന്ന് എന്താ ഇറച്ചിപ്പിടിന്നറിയില്ലേ? അതായിരുന്നു. അതാണ് ഇത്ര സന്തോഷം. ഇത്ര ഒച്ചയില് ഭയങ്കര സന്തോഷം, ഹാപ്പിനെസ്സും ഫീൽ ചെയ്യണം. കിട്ടിയതിന് സന്തോഷമാണ്. സന്തോഷമാണ്. ഇൻഷാല്ലാ 3 പറയുമ്പോ ഇതിനും സന്തോഷിക്കണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. നമസ്കാര സമയങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന സൂറത്തുകള് 2 സൂറത്തുകളുണ്ട്. എങ്ങനെ മനസ്സിലായില്ല? നമസ്കാരത്തിന്റെ സമയങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന സൂറത്തുകൾ. നമ്മുടെ നിസ്കാര സമയമല്ലേ? നിസ്കാരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സൂറത്തുകള്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? നിസ്കാരത്തിന്റെ പേരിലുള്ള സൂറത്തുകള് പറഞ്ഞു കഴിഞ്ഞു. അത് ക്ലൂ തന്നെയല്ലേ ക്വസ്റ്റ്യനില്? കൺഫ്യൂസ്ഡ് ആണോ? എന്താ പറഞ്ഞു നന്നായിട്ട് ഒരു ക്ലൂ വരണമെന്നാണ്. അതെ, നമ്മളുടെ നിസ്കാരത്തിന്റെ പേരുകളില്ലേ, ആ നിസ്കാരത്തിന്റെ പേരുകളിലുള്ള സൂറത്ത്. ഇതിൽ കൂടെ എന്താ ഞാൻ പറയാ? 5 നേരത്തെ നിസ്കാരങ്ങളില് 5 നേരം നിസ്കാരങ്ങളില്ലേ, ആ നിസ്കാരങ്ങളുടെ പേരിലുള്ള സൂറത്താണ് വേണ്ടത്. സൂറത്തിന്റെ പേര് അടുത്ത് ചോദിക്കാൻ ആരുമില്ല ഇന്ന്. ഒന്നും അറിയില്ല. നിസ്കാരത്തിന്റെ പേരിലുള്ള സൂറത്തുകളാ. നമ്മൾക്ക് 5 നിസ്കാരങ്ങളില്ല. 5 നിസ്കാരങ്ങളുടെ പേര്. 5 എന്താ ഹസ്ബൻഡിന് കുക്ക് ചെയ്ത ഫുഡ് ഇഷ്ടമായില്ലേ? റിവെഞ്ച് എടുക്കണേണോ? ഇല്ല, ഹസ്ബൻഡിന് ഫുഡ് ഇഷ്ടമായിരിക്കുന്നു. ഫുഡ് ഇഷ്ടമായി എന്ന് സഹായിക്കാൻ പറയൂ. വേഗം ആയിക്കോട്ടെ കേട്ടോ. 5 4 3 2 ഇത്താക്കുന്ന ഓവർ എക്സൈറ്റ്മെന്റ് ആയി തോന്നൂലേ? അതാണ് തോന്നുന്നു പ്രശ്നം. ഇത്താക്ക് അറിയാം ഇത്. പക്ഷെ സാറിലേക്ക് വിളിക്കണം കേട്ടോ. ഞങ്ങള് സലാം പറയൂ. നമ്മളിപ്പോ വിളിച്ചത് സുബൈദാത്തായിരുന്നു. നല്ല ഫസ്റ്റ് ഡേ വിളിച്ചപ്പോ തന്നെ 3 ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞു. ഈ പ്രാവശ്യം എനിക്ക് ആദ്യത്തെ കോളാണ്. ഇത്ത ഉറപ്പായിട്ടും ടെൻസ്ഡ് ആയതുകൊണ്ടാണ്. കാരണം ഞങ്ങൾക്ക് ഇത്തടെ കഴിവ് ഞങ്ങൾക്ക് ഫസ്റ്റ് എപ്പിസോഡിനെ മനസ്സിലായി. ഇത്ത മിടുക്കിയായിട്ട് പറയുന്നതാണ് എല്ലാം. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടിയ ടെൻഷൻ ഇല്ലാതെ. അതായത് നമസ്കാരത്തിന്റെ പേരുകളിൽ അറിയപ്പെടുന്ന സൂറത്തുകള് 5 നമസ്കാരമല്ലേ ഉള്ളൂ. അതിലാകെ 2 സൂറത്തുകള്. അപ്പൊ പിന്നെ എന്നാൽ നെക്സ്റ്റ് കോളം നമുക്ക് പറയാൻ നോക്കാം. സോ ഞങ്ങൾ ആദ്യം പറഞ്ഞ ഹദീസിന്റെ ഇത് പറയാം, ഡീറ്റെയിൽസിലേക്ക് പോവാം. ഈ സൂറത്തുൽ കഹ്ഫിന്റെ സ്പെഷ്യാലിറ്റിനെ കുറിച്ചാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് ബിഫോർ വി ഗോയിങ് ടു ദാറ്റ് വി ഹാവ് എ കോൾ. അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹദീസ് റംദാൻ. താങ്ക്യൂ. ആരാണിത്? ഫൈസലാണ്.
ഫൈസൽ അബുദാബിയിൽ നിന്ന്. ഏത് ആ എയർപോർട്ടിൽ നിന്ന് വന്ന ആൾക്കാർ സോറി അല്ലല്ലല്ല, ഞാൻ വിളിച്ചിരുന്നു. ഓക്കെ ആ മാറിപ്പോയി ആകെ. ഞങ്ങൾ നേരത്തെ ചോദിച്ച കോളർ എന്നെ ചോദിച്ചു. ആ അവരോട് ഇക്കാരെ കുറിച്ച് ചോദിച്ചു, ഇക്കാരോട് ഞങ്ങൾ അവരെ കുറിച്ച് ചോദിച്ചു. ആകെ മിക്സപ്പ് ആയതുകൊണ്ടാണ്. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ട് പോന്നു. സുഖമായിട്ട് പോണു. ഇന്ന് ആരെ സഹായിക്കാനുള്ളേ? ഞാനത്തെ ആൾക്കാരുന്നേ ഷാഫിന്റെ. ഷാഫി. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് കോളർ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ആട്ടോ. ആൻസർ പറഞ്ഞോ? ആൻസർ പറഞ്ഞോളൂ. സൂറത്തുൽ ജുമ. ഓക്കെ, റൈറ്റ് ആണ്. ഒരെണ്ണം കൂടി പറഞ്ഞേ. രണ്ടെണ്ണം വേണോ? രണ്ടെണ്ണം പറയാം. നമ്മളുടെ നിസ്കാരത്തിന്റെ പേര് പറയാനാണ് ഇത്ര പാട്. ഇത്ത പറയുന്ന ക്ലൂ നിങ്ങൾക്കൊന്നും ക്ലിക്ക് ആവുന്നില്ലേ? വളരെ സിമ്പിൾ. അതുകൊണ്ട് രണ്ടെണ്ണം മിനിമം വേണമെന്ന് പറഞ്ഞത്. നിസ്കാരത്തിന്റെ പേര് സൂറത്തുൽ ഫജ്ർ. സൂറത്തുൽ ഫജ്ർ. പിന്നെ സൂറത്തുൽ അസ്റും ഇല്ലേ? ഇപ്പൊ മനസ്സിലായോ പറഞ്ഞത്? വെൽക്കം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഷാഫി ഹെൽപ്പ് ചെയ്തതാണ്. ആര്? ഷാഫി ഹെൽപ്പ് ചെയ്തതാണ്. ഷാഫി എക്സൈറ്റഡ് ആണ്. ഷാഫിക്ക കംഗ്രാറ്റ്സ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഷാഫിക്കാണ് പറഞ്ഞു തന്നെ. ഷാഫിയാണ്. ഷാഫിയോട് പറഞ്ഞു. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ സിമ്പിൾ ആയിട്ട് ചോദിക്കണേ. ഇൻഷാല്ലാ എളുപ്പമായിരിക്കും. സിമ്പിളാ ചോദിച്ചേ. ഈസാ നബി അലൈഹിസ്സലാംക്ക് ഇഞ്ചീൽ അവതരിക്കപ്പെട്ടത് എപ്പോൾ? ഓപ്ഷൻസ് തരാം. റമദാൻ 13 ആണോ, റമദാൻ 14 ആണോ, റമദാൻ 15 ആണോ? ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ ഫൈസൽക്ക? അല്ലെങ്കിൽ വേറെ റൂമിൽ പോ. ഫ്രണ്ട്സ് ടി വി കാണിട്ട് ഫൈസൽക്ക് വേറെ റൂമിലേക്ക് പോ. ഞങ്ങളുടെ ടി വി ഇവിടെ പോകുന്നു. റമദാൻ 13, 14, 15. അതെ, റമദാൻ 13, 14, 15. എന്തോ ടിവിയുടെ വോളിയം കുറയ്ക്കൂ. ലൈൻ കട്ടാവും. ലൈൻ ഡ്രോപ്പ് ആയി പോവും. ഫൈസൽക്കാരുടെ ലൈൻ ഡ്രോപ്പ് ആയി പോയി. കണ്ടോ? ആ കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു നഷ്ടപ്പെടുത്തിയത്. ഇതാണ് ക്ലാഷ് ആവുന്നതാണ് ഇത്ത പറഞ്ഞ വേറെ മുറിയിലേക്കൊന്നും പോയി സംസാരിക്കൂന്ന് പറഞ്ഞ. ഇൻഷാല്ലാ ഇന്ന് വീണ്ടും ലൈൻ കിട്ടും. വീണ്ടും ട്രൈ ചെയ്യാം. അപ്പൊ ഞങ്ങള് പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കോൾ വേറെ ഉണ്ട്. ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ടു ഹരിയത് റംദാൻ. ആരാണിത്? അമീർക്ക് ലാസ്റ്റ് വിളിച്ചത് അമീർക്കാണോ? അതെ, എവിടെയായിരുന്നു 4 ദിവസമായിട്ട്? ഞാൻ 4 ദിവസമായിട്ട് ട്രൈ ചെയ്യായിരുന്നു, കിട്ടിയിരുന്നില്ല. ട്രൈ ചെയ്ത് കിട്ടിയില്ല. എന്തൊക്കെയാണ് അമീർക്ക വിശേഷം? നല്ല വിശേഷം, സുഖമാണ്. ഈ ഒരു വർഷമായിട്ട് ഇതിന് പുതിയ വിശേഷങ്ങളുണ്ടോ? ഇല്ലല്ല, പുതിയ വിശേഷങ്ങളൊന്നുമില്ല. ഇല്ല. നാട്ടിൽ പോകുന്നില്ല? അപ്പോ നാട്ടിൽ പോയി വന്നിട്ടേ ഉള്ളൂ. നാട്ടിൽ പോയി വന്നിട്ടുള്ളൂ. ഈ റമദാനിൽ എന്തെങ്കിലും പുതിയ നല്ല കാര്യം ചെയ്തു തുടങ്ങണമെന്ന് തീരുമാനം വല്ലതും എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല, എടുക്കണം. എല്ലാ വെള്ളിയാഴ്ചയും കാഫ് ഓതാറുണ്ടോ? ഓതാറുണ്ട്. അറിയോ അതിന്റെ മഹത്വം എന്താന്ന്? ഈ വെള്ളിയാഴ്ച ഓതുന്നതിന്റെ മഹത്വം അറിയില്ല, ഓതാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ എപ്പിസോഡ് തുടക്കം കണ്ടില്ലേ? ഇതല്ല, സ്റ്റാർട്ടിങ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. സ്റ്റാർട്ടിങ് കണ്ടില്ല അല്ലെ? ഞങ്ങൾ തുടക്കത്തിൽ ഒരു ഹദീസ് പറഞ്ഞിരുന്നു. അതായത് നമ്മളൊരു വെള്ളിയാഴ്ച ഈ സൂറത്തുൽ കാഫ് ഓതിക്കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ നമ്മളിൽ ഒരു പ്രകാശം അല്ലാഹു ഇടും. അതെ. അപ്പൊ അത്ര നല്ല ഗുണമുണ്ട്. അപ്പൊ വെറുതെ ഇരിക്കുന്ന സമയം ഫ്രൈഡേ ഒന്ന് ഓതാൻ നോക്കിട്ടോ. കുറച്ച് പേജേ ഉള്ളൂ. അതുകൂടാതെ നമ്മള് ആ കാഫിലെ 10 ആയത്ത് ബൈഹാർട്ടായി പഠിക്കുവാണെങ്കിൽ അവസാന നാളിൽ ദജ്ജാലിൽ നിന്ന് നമ്മളെ അള്ളാഹു രക്ഷിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 10 ആയാസ് ഈ നോമ്പിൽ പഠിക്കാൻ നോക്കട്ടെ. കൂടുതൽ ഗുണമാണല്ലോ നമ്മൾ നോമ്പിൽ ഖുർആൻ പഠിക്കുന്നതുകൊണ്ട്. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ ചോദിച്ച കോളറുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോളൂ. റമദാൻ 13 ആണോ 14 ആണോ 15 ആണോ? എന്താണ് വേറെ ക്വസ്റ്റ്യനാ? അതെന്താ അങ്ങനെ? ഞാൻ ഓപ്ഷൻസ് തന്നില്ലേ, അപ്പൊ അതിനൊന്ന് ചൂസ് ചെയ്യേ. ക്വസ്റ്റ്യൻ കേട്ടില്ല. അത് പറഞ്ഞല്ലേ, ഞാൻ റിപ്പീറ്റ് ചെയ്യാലോ. ഈസാ നബി അലൈഹിസ്സലാംക്ക് ഇഞ്ചീൽ അവതരിക്കപ്പെട്ടത് എപ്പോൾ? ഇഞ്ചിയിൽ എപ്പോഴാണ് അവതരിക്കപ്പെട്ടത്? റമദാൻ 13 ആണോ 14 ആണോ 15 ആണോ? അപ്പൊ 3 ഓരോ നമ്പർ വേഗം ചൂസ് ചെയ്ത് പറഞ്ഞോളൂ. 13 കറക്റ്റ് ആൻസർ ആണ്. എന്നിട്ടാണോ വേണ്ടാന്ന് പറഞ്ഞേ? കറക്റ്റ് ആണ്. ആരാ പറഞ്ഞേ? വെൽക്കം. ആരാ പറഞ്ഞേ?
ഞാൻ തന്നെ പറഞ്ഞതാണ്. സഹായിക്കാനുള്ള ആൾക്കാരുടെ പേരുകൾ പറഞ്ഞേ. ഞാൻ തന്നെ സ്വന്തം പറഞ്ഞു. സ്വന്തം ഉത്തരം പറഞ്ഞത് സന്തോഷാണല്ലേ? അതെ 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 അതെ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ഖുർആനിൽ ഒരു വിശുദ്ധ ഭവനത്തിന്റെ നിർമ്മാണത്തെ പറ്റി പറയുന്നുണ്ട്. ഏതാണ് ഈ ഭവനം? ഏത് ഭവന നിർമ്മാണത്തെ കുറിച്ചാണ് ഖുർആനിൽ പറയുന്നത്? എളുപ്പമുള്ള പള്ളിയുടെ നിർമ്മാണത്തിനെ പറ്റി ഭവനം. ആരോടൊപ്പം അവിടെ ചോദിക്കണ്ടല്ലോ. ആരത്? ആരെ വിളിച്ചത്? ആൾക്കാര് ആരത്? ഓപ്ഷൻ പറയാമോ? ഓപ്ഷൻസ്. ഓക്കെ, ഓപ്ഷൻസ് തരാം. മസ്ജിദുൽ അക്സയാണോ, കാബയാണോ, മസ്ജിദുൽ ഹറം? ഏതാണ്? അപ്പൊ അവിടെ ആരോ ഉണ്ട്. കാബയാണോ, മസ്ജിദുൽ അക്സയാണോ, ഹറം? അത് കേട്ടോ, അവിടെ റിപ്പീറ്റ് ചെയ്യാ. മസ്ജിദുൽ അക്സ. തെറ്റിപ്പോയി. ആരിതീ പറഞ്ഞു തന്ന ആരാണ്? ആൻസർ വീണ്ടും ട്രൈ ചെയ്യണം. അത് എന്തായാലും പറഞ്ഞു തന്ന ആളുടെ പേര് ഞങ്ങളോട് പറയുന്നില്ല. അപ്പൊ എന്തായാലും തെറ്റിപ്പോയി. ഫോൺ വെച്ചിട്ടാ പറഞ്ഞ ആൾക്കാർ കൊടുത്തേരെ തെറ്റാന്നുള്ളത് ആൻസർ. റമദാനായിട്ട് ക്ഷമിക്കൂ. വയലൻസ് ഒന്നും വേണ്ട. ആർക്കും കൊടുക്കൊന്നും വേണ്ട കേട്ടോ. അപ്പൊ വീണ്ടും വിളിക്കണേ. ഓക്കെ, അസ്സലാമലൈക്കും. എനിക്കറിയില്ല ഇക്കാക്ക് ഏതോ സീക്രട്ട് ഏജന്റ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇക്ക പേര് വെളിപ്പെടുത്താൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ചോദിച്ചിട്ട് ഇക്ക ഓപ്ഷൻ തരൂ, ക്ലൂ തരൂ എന്നൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതായിരുന്നു. വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഒരു ഭവനത്തെ നിർമ്മിക്കുന്നതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഏതാണ് ആ ഭവനം? അപ്പൊ അടുത്ത കോളറിന് ഈ ഉത്തരം അറിയാമെന്ന് നോക്കാം. ഹലോ, ഹലോ, അസ്സലാമലൈക്കും. ആരാണത്? അഫ്ര. എവിടുന്നാണ് അഫ്ര? ഞാൻ പാലക്കാട്. ഓക്കെ, ഞാനൊരു പാലക്കാട്ടിൽ വിളിക്കണോന്ന്. എന്താ ചെയ്യണോ? എന്താ ചെയ്യണേ? ഞാൻ പഠിക്കാം. ഏത് ക്ലാസ്സിലാ അഫ്ര? സ്കൂൾ ഏതാണ് അഫ്ര? സ്കൂൾ ഏതാണ് അഫ്ര പഠിക്കുന്നത്? വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തോ? അതെയോ ഈ വീക്കെൻഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്നാ സ്റ്റാർട്ട് ചെയ്യണ സ്കൂള്? സ്കൂൾ അടയ്ക്കാൻ. അത് ഇത്ര സ്റ്റാർട്ടിങ് വെച്ച് സ്കൂൾ അടയ്ക്കാനല്ലോ. അതെല്ലാം ചോദിച്ചു, വീക്കെൻഡിലാണോ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. ഇത്താക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഇത്ത ചോദിച്ചതാ. അപ്പൊ ക്വിസിലേക്ക് കിടക്കാം. ഓക്കെ. അഫ്ര, വീട്ടിലാരൊക്കെ ഉള്ള അഫ്ര? പറഞ്ഞില്ലല്ലോ. എന്റെ ഉപ്പ, അമ്മ, ഹസ്ബൻഡ്, അനിയൻ. ആദ്യമായിട്ട് വിളിക്കുന്നല്ലേ അഫ്ര? പാലക്കാട് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് വിളിച്ചപ്പോ ഞാൻ പാലക്കാടിന്ന് വിളിക്കണേന്ന് പറഞ്ഞേ. അല്ല, എവിടുന്നാന്ന് ചോദിച്ചപ്പോ നാട്ടിലെ സ്ഥലം പെട്ടെന്ന് ഓർമ്മ വന്നതാ അല്ലേ? ശരി, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഫ്ര. ദുൽഖർനൈൻ എന്ന രാജാവിനെ പറ്റിയിട്ട് പറയുന്നത് ഏത് സൂറത്തിലാണ്? ദുൽഖർനൈൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനെ കുറിച്ച് പറയുന്നത് ഏത് സൂറത്തിലാണ് ഖുർആനിലെ? ദുൽഖർനൈൻ എന്ന രാജാവിനെ കുറിച്ച് ഏത് സൂറത്തിലാണ് പറയുന്നത്? ക്ലൂ. ഇന്ന് ഞാൻ പറഞ്ഞ ഹദീസായിട്ട് ബന്ധമുണ്ട്. കണ്ടായിരുന്നോ? ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോ തുടക്കം കണ്ടായിരുന്നോ? ഞാൻ ഈ ക്ലൂ തന്നത് ക്ലിയർ ആയില്ലേ? അതായത് ഈ സൂറത്തിനെ കുറിച്ച് ഞാൻ തുടക്കത്തൊക്കെ പറഞ്ഞിരുന്നു. ആൻസർ. അപ്പൊ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ. വെൽക്കം. എന്തായിരുന്നു അഫ്ര കഴിച്ച നോമ്പ് പറഞ്ഞിട്ട്? എന്താ കഴിച്ചെന്നാ ചോദിച്ചേ? ഇതെന്താ കഴിച്ചതല്ലേ? അഫ്ര എന്താ കഴിച്ചെന്നാ ചോദിച്ചേ? ഇത്താക്ക് സന്തോഷായി. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോവാം. ഇത് ഞാൻ ഇന്നലെ ചോദിച്ച, പക്ഷെ ആരും ഉത്തരം പറഞ്ഞില്ല കേട്ടോ. നിങ്ങൾ അളവ് പൂർത്തിയാക്കി കൊടുക്കുക. നിങ്ങൾ ജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലാകരുത്. ഇങ്ങനെ തന്റെ ജനത്തിനിടയിൽ പ്രബോധനം നടത്തിയ പ്രവാചകൻ. ഓപ്ഷൻസ്: ഷുഐബ് നബി, അയ്യൂബ് നബി, യൂസുഫ് നബി.
ഒന്നും കൂടി ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്താൽ പറ്റുമോ? നിങ്ങൾ അളവ് പൂർത്തിയാക്കി കൊടുക്കുക. നിങ്ങൾ ജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലാകരുത്. ഇങ്ങനെ തന്റെ ജനത്തിനോട് പറഞ്ഞത് ഏത് പ്രവാചകനാണ്? ഷുഐബ് നബിയാണോ, അയ്യൂബ് നബിയാണോ, യൂസുഫ് നബിയാണോ? ക്ലൂ അല്ലേ? 3 ഓപ്ഷൻ തന്നെ. അപ്പൊ ഒരെണ്ണം ചൂസ് ചെയ്താ പോരെ? ഉമ്മായിക്കില്ലേ അടുത്ത്? വേഗം പറഞ്ഞോ. 5 4 ഷുഐബ് നബി കറക്റ്റ് ആൻസർ ആണ്. ഇതാരും പറഞ്ഞു തന്നെ. എന്താണ് ഇത്താത്തയുടെ പേര്? ഷെഫ്ന. അവിടെ ഉണ്ട് ഒരു ഇത്താത്ത, ഇവിടെ ഉണ്ട്. ഷെഫ്ന എന്താ ചെയ്യണേ അഫ്ര? കല്യാണം കഴിഞ്ഞു അല്ലെ? ഓക്കെ. അപ്പൊ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ അഫ്ര. അഫ്ര കത്ത് ഓതാറുണ്ടോ നോമ്പില്? ഖുർആൻ ബൈ ഹാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇത്താത്ത റെഡി ആയിരുന്നോളാൻ പറയൂ. ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. അഫ്ര ഉംറയ്ക്കോ ഹജ്ജിനോ പോയിട്ടുണ്ടോ? ഉംറയ്ക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഈ ആൻസർ എന്താണെങ്കിലും പറയും ഇൻഷാ അല്ലാഹ്. ക്വസ്റ്റ്യൻ ഇതാണ്. 2 മലകളെ കുറിച്ച് സൂറത്തുൽ ബഖറയില് ഒരു ആയത്തിൽ പറയുന്നുണ്ട്. ഏതാണ് ഈ 2 മലകള്? അതെ, കറക്റ്റ് ആൻസർ ആണ്. ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ആയില്ലേ? എളുപ്പമായില്ലേ? വെരി ഗുഡ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു അഫ്ര. ഇന്നത്തെ എപ്പിസോഡിൽ ഒരാള് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൺഗ്രാറ്റുലേഷൻസ്. വീട്ടിലുള്ളവരൊക്കെ ഞങ്ങളെ സലാം പറയണം. ഇത്താത്താക്ക് സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് പറയാട്ടോ. ഇത്താത്തായാണ് ശരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹെൽപ്പ് ചെയ്തേ. ഓക്കെ. അപ്പൊ ഞങ്ങള് സലാം വീട്ടിലുള്ളവര് പറയാ. അഫ്രയുടെ ദുആയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുക. വീണ്ടും വിളിക്കും പ്രോഗ്രാമിലേക്ക്. അസ്സലാമലൈക്കും. നമ്മളിപ്പോ വിളിച്ചത് അഫ്രയായിരുന്നു. അഫ്ര ആദ്യമായിട്ട് വിളിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായിട്ട് 3 പറഞ്ഞ ആളാണ്. നെക്സ്റ്റ് കോളർ ഇസ് വെയിറ്റിംഗ്. അസ്സലാമലൈക്കും. വെൽക്കം ടു ഹാലിയത് റംദാൻ. ആരാണ്? ഹസിയത. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് പെട്ടെന്ന് കിട്ടി. അതിന്റെ സന്തോഷല്ലേ? എന്തായിരുന്നു ഇന്ന് കഴിച്ചേ? എന്തായിരുന്നു സ്പെഷ്യൽ? ഇന്ന് സ്പെഷ്യലാ. ഇന്ന് ബിരിയാണി. ഇന്നലെ ബിരിയാണി ആയിരുന്നോ? അല്ല, ഇന്നലെ വേറെ ആണ് ബിരിയാണി പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇതാരാണ് സഹായിക്കാൻ അടുത്തുള്ള? ആരുമില്ല, മോള് മാത്രമേ ഉള്ളൂ. മോള് ഈ പ്രോഗ്രാം കേട്ടോ? കണ്ടിരുന്നോ തുടക്കം തൊട്ടിട്ട്? ഇല്ല, കണ്ടില്ല. ലാസ്റ്റ് കോളറിനെ മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഇതിന് മുമ്പത്തെ കോളറോട് ചോദിച്ചത് ഒരു ക്വസ്റ്റ്യൻ പെൻഡിങ് ആയിട്ട് എടുക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാൻ റിപ്പീറ്റ് കേൾക്കാത്തതുകൊണ്ട് എന്തായാലും അതൊരു പുതിയ ക്വസ്റ്റ്യൻ, എളുപ്പമുള്ള ക്വസ്റ്റ്യനാ. ക്വസ്റ്റ്യൻ ഇതാണ്. ഖുർആനിൽ ഒരു വിശുദ്ധ ഭവനത്തിന്റെ നിർമ്മാണത്തെ പറ്റി പറയുന്നുണ്ട്. ഏതാണ് ഈ ഭവനം? ഭയങ്കര ഈസി ആയിരുന്നില്ലേ? ഈസി ആയിരുന്നില്ലേ? ഈസി ആയിരുന്നു. ഇനിയിപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആട്ടോ സിയാത്ത. എന്റെ പിതാവിന് നീ പൊറുത്തു കൊടുക്കണമേ, തീർച്ചയായും അദ്ദേഹം വഴി പിഴച്ചവരുടെ കൂട്ടത്തിലാകുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച പ്രവാചകൻ ആരാണ്? ഈസി ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ഉത്തരത്തിന്റെ ഇതായിട്ട് ബന്ധമുള്ളൊരു നബിയാണ്. ഇതാണ് ക്ലൂ. അത് തന്നെ, അത് കറക്റ്റ് ആൻസർ ആണ്. അറിയായിരുന്നോ അതോ ക്ലൂ ഉണ്ട് പറഞ്ഞാണോ? സംശയമായിരുന്നല്ലോ. അപ്പൊ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോളൂ. സൂറത്തുൽ റഹ്മാനിൽ എത്ര തവണ ഫബിയായി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ വരുന്നുണ്ട്? ആവർത്തിച്ച് വരുന്നില്ലേ ആയത്ത്? ഫബിയായി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. ഖുർആന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന സൂറ റഹ്മാനിൽ ഇത്തവണ അത് എത്ര തവണയാണ്? എത്ര പ്രാവശ്യം റിപ്പീറ്റ് ആയിക്കുന്നേ? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് വേണോ അതോ ഇനി അറിയാഞ്ഞിട്ട് ഗസ് ചെയ്യണോ? ഓപ്ഷൻസ് തരാട്ടോ. 41 ആണോ, 31 ആണോ, 10 ആണോ? 41, 31, 10 ഏതെങ്കിലും ഒന്ന് പറഞ്ഞോ. ഭയങ്കര ഒരു വലിയ റേഞ്ച് ആയിട്ടാ തന്നേക്കണേ. 41, 31, 10. 31. കറക്റ്റ് ആൻസർ. മാഷാഅല്ലാഹ്, മബ്രൂക്ക്. കൺഗ്രാറ്റുലേഷൻ. ഇത്തായും അങ്ങനെ 3 പറഞ്ഞു. ഇത്ത ആരും ഇല്ലാഞ്ഞിട്ട് ഒറ്റയ്ക്ക് സ്വന്തം കഴിവുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ കൂടുതൽ സന്തോഷിക്കണം.
അൽഹംദുലില്ലാ. എന്റെ ഒരു സന്തോഷമില്ലല്ലോ. ഇല്ല സന്തോഷമില്ല. ഞാന് ഇത് അറിവ് കിട്ടാൻ വേണ്ടിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നത് ശരിക്കും. നിങ്ങളെ കാണുമ്പോ ഇങ്ങനെ വിളിക്കാൻ തോന്നും, അപ്പൊ വിളിക്കുന്നതാണ്. താങ്ക് യു വിളിക്കുന്നതില്. താങ്ക് യു. ഞങ്ങളിപ്പോ ബാക്കി ഞങ്ങള് കാഫിന്റെ കുറെ മഹത്വങ്ങൾ പറയാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. കോളേഴ്സ് കുറയുവാണെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, വീണ്ടും വിളിക്കാൻ പ്രോഗ്രാം ലാസ്റ്റ് വരെ കാണട്ടോ. ഞങ്ങക്ക് 2 വിന്നേഴ്സ് ഇതുവരെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും വിളിക്കണേ. നമ്മളിപ്പോ വിളിച്ച വളരെ ശാന്തസുന്ദരിയായ ഹസിയത്തെ ആയിരുന്നു. 3 ക്വസ്റ്റ്യൻസിന് റൈറ്റ് ആൻസർ തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങൾ കാഫിന്റെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. സൂറത്തുൽ കാഫിൽ 4 സ്റ്റോറീസ് ആണ് മൊത്തത്തിലുള്ളത്. ഫസ്റ്റ് സ്റ്റോറി നമുക്ക് നെക്സ്റ്റ് കോളർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ടു ഹദിയത്ത് റമദാൻ. താങ്ക് യു. ആരാണിത്? ഇത് ഞാൻ അരുതയാണ്. അരുതാത്ത? അതെ. എന്താണ് അരുതാത്ത? എവിടെ നാദിയ നെയ്മയും? സുഖാണ്. നാദിയ എന്തിയെ? ഉണ്ട്. നാദിയ അവിടെ ഉണ്ടല്ലേ? നാദിയ നൈമ സലാം. ഞങ്ങള് സലാം പറയണം അവരോട്. പറയാം, അവര് കേൾക്കുന്നുണ്ട്. അവര് കേൾക്കുന്നുണ്ടല്ലേ? ഇന്നും 3 പറയാൻ റെഡി ആയിട്ടാണോ വിളിക്കുന്നേ? ശ്രമിച്ചു നോക്കാം. നാളെ സ്കൂളില്ലേ അവർക്ക്? ഉണ്ട്. എപ്പോഴാ ഉറങ്ങുന്നേ കുട്ടികള്? ഇത് കഴിഞ്ഞിട്ട് ഉറങ്ങും. പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഉറങ്ങും അല്ലേ? ഓക്കെ, അപ്പൊ ശരി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയതാ. ഓക്കെ. ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ. എന്തായിരുന്നു ഇന്ന് ഉണ്ടാക്കിയ സ്പെഷ്യൽ? ഇന്ന് പുറത്തുനിന്നായിരുന്നു. ഇതല്ലാട്ടോ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഇത് വിശേഷം, അത് തലയിലുള്ളവർക്ക് അറിയാം. അറിയില്ലായിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്. ജീവിതത്തിൽ ഏറ്റവും അത്യാർത്തിയുള്ള വിഭാഗം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് ആരെയാണ്? ജീവിതത്തിൽ ഏറ്റവും അത്യാർത്തിയുള്ള വിഭാഗം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഏറ്റവും ഗ്രീഡി ആയിട്ടുള്ളത് ആരാണ്? ഞാൻ ഓപ്ഷൻസ് തരാം. ഓപ്ഷൻസ് വേണോ? കേൾക്കുമ്പോ ഏറ്റവും അത്യാർത്തിയുള്ള വിഭാഗം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഏറ്റവും അത്യാർത്തിയുള്ള വിഭാഗം ഏതാണെന്നാണ് ഖുർആനിൽ പറയുന്നത്? ഓപ്ഷൻസ്. ജൂതന്മാരാണോ, ക്രിസ്ത്യാനികളാണോ, വേദക്കാരാണോ? ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, വേദക്കാർ. ഇതിലൊന്ന് ചൂസ് ചെയ്യ്. പോയോ? ഇല്ല, ആലോചിക്കട്ടെ. എത്ര നേരം വേഗം? ജൂതന്മാർ. കറക്റ്റ് ആൻസർ. റൈറ്റ് ആൻസർ. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഇത് ഒറ്റയ്ക്ക് പറഞ്ഞതാണോ? ആദ്യം പറഞ്ഞാണോ? അല്ല, ഞാൻ ആലോചിച്ച് പറഞ്ഞു. പിന്നെ സെക്കൻഡ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാട്ടോ. ദാവൂദ് നബിയുടെയും ഈസാ നബിയുടെയും നാവിലൂടെ ശപിക്കപ്പെട്ട ജനത. ദാവൂദ് നബിയുടെയും ഈസാ നബിയുടെയും നാവിലൂടെ ശപിക്കപ്പെട്ട ജനത. ഓപ്ഷൻസ് എന്താ കൊടുക്ക? എന്താ ഓപ്ഷൻ? മോളോട് ചോദിച്ചു നോക്കിയേ, എന്തെങ്കിലും ഐഡിയ? ഓപ്ഷൻസ് തരട്ടെ? ഒരു ഐഡിയ. സമൂദ്, ആദ്, ബനു ഇസ്രായേൽ. അപ്പൊ ഞങ്ങളുടെ ഫേവറേറ്റ് ഓപ്ഷൻസ് ആയിരിക്കാണ് ഇതൊക്കെ. ആദ്, സമൂദ്, ബനു ഇസ്രായേൽ. ഏതാണ്? ഒന്ന് ആലോചിക്കട്ടെ. 5. ആലോചിക്കുന്ന ടൈം ഒന്ന് സ്പീഡ് ആക്കൂ. ബ്രെയിനില് 2 1 0. ഇനി പറഞ്ഞോ. ബനു ഇസ്രായേൽ ആണോ, ആദാണോ, സമൂദാണോ? വേഗം പറ. ആദ്. ചിരിച്ച് തെറ്റിച്ചല്ലോ. തെറ്റി. എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അരുതാത്ത ഇനിയും വിളിക്കണോട്ടോ, അല്ലെങ്കിൽ മക്കളുടെ അടുത്ത് വിളിക്കാൻ പറയണേ. ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് മറക്കരുത് കേട്ടോ. നമ്മളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ അറിവ്. അല്ലാണ്ട് ഇപ്പൊ 3 എണ്ണം പറഞ്ഞ് പ്രൈസ് കിട്ടുന്നില്ലല്ലോ. അത് തന്നെ. ഞങ്ങൾ സലാം പറയണേ മക്കളോട്. ഓക്കെ. അസ്സലാമു അലൈക്കും.
നമ്മളിപ്പോ വിളിച്ചത് അരുതാത്തയായിരുന്നു. നമ്മൾക്ക് 4 സ്റ്റോറീസിലെ ഫസ്റ്റ് സ്റ്റോറി അറ്റ്ലീസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ബ്രേക്കിലേക്ക് പോവാം. ആദ്യം തന്നെ ആ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത് ഗുഹാനിവാസികളുടെ കഥയാണ്. ഗുഹാനിവാസികളുടെ കഥ എന്ന് പറയുമ്പോൾ അറിയാലോ, അവരൊരു രാജ്യത്തായിരുന്നു, തീരെ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരുടെ നാട്ടിലായിരുന്നു ഈ ഗുഹാനിവാസികള്. അങ്ങനെ അവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവര് ഒരു ഗുഹയിൽ പോയി ഒളിച്ചിരുന്നു. അവിടെ കിടന്ന് കുറെ വർഷങ്ങൾ കിടന്നുറങ്ങി. അവര് പോലും അറിയാതെ കുറെ വർഷങ്ങൾ കിടന്നുറങ്ങി. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം അവർ എണീറ്റപ്പോൾ ആ നാട്ടിലുള്ള എല്ലാ സമൂഹവും വിശ്വാസികളായിരുന്നു. സോ അതിൽ കാണുന്നത് നമ്മളുടെ ട്രയൽ ഓഫ് ഫെയ്ത്ത്, അതായത് വിശ്വാസം. അവർക്ക് അള്ളാഹുവിലുള്ള ആ വിശ്വാസം സ്ട്രെങ്ത് കാരണം അള്ളാഹു അവരെ അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി. യെസ്, അപ്പോൾ ഇത്ത ഒരുപാട് ക്ഷീണിച്ചു, ഇത്ത കുറച്ച് വെള്ളം കൊടുക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ എ ബ്രേക്ക്.